ഹലോ. സോ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഡേ അറ്റ് മൈ വർക്കാണ്. സോ ഞാൻ റെഡിയായി ജോലിക്ക് പോകാൻ വേണ്ടി. ഇനി ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതാരത്? നമ്മൾ കുറച്ച് ലേറ്റ് ആകും. വേഗം ഫുഡ് കഴിച്ചിട്ടുള്ളൂ. പോയിട്ട് വരാം കേട്ടാ. ബേബി തന്നെയില്ലേ? വരില്ല. അമ്മ മറ്റേ അമ്മയ്ക്ക് ഉമ്മാതെ ഉമ്മതാ വരുമ്പോ മിഠായി മേടിച്ചോണ്ട് കേട്ടാ. വരുന്നുണ്ട്. ശരി അമ്മ മറ്റേ ഉമ്മതായ ടാറ്റ പറയട്ടെ. ഉമ്മതാ ബേബി അമ്മ മറ്റേ. ഞങ്ങളെ ഇന്ന് രാവിലെ കാറിൽ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് ബേബി വരും അല്ലെ. കുറച്ച് ദൂരം ഡാഡേനെയും അമ്മേനെയും കൂട്ടും ഇങ്ങോട്ട് വരും അല്ലേ. അല്ലെങ്കിൽ ബേബിക്ക് സങ്കടമാണ് ബേബിനെ. അല്ലെങ്കിൽ ബേബിനെ കൊണ്ടുപോയില്ലെങ്കിൽ ബേബിക്ക് ഭയങ്കര സങ്കടമാണ് അല്ലേ. പോയിട്ട് വരാട്ടാ. ടാറ്റാ. ഇറങ്ങിക്കോ. നാളെ കാണാ. അല്ല ഇന്ന് കാണാട്ടാ. മിഠായി മേടിച്ചോണ്ടാട്ടാ. എന്ന് രാവിലെ ഈ ചേട്ടന്റെ കൂടെ കടിച്ചു തൂങ്ങിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. രാവിലെ എന്റെ ബസ്സിന് പോകാൻ എനിക്ക് മടിയായതുകൊണ്ട് എല്ലാ ദിവസവും എന്റെ ചേട്ടനെ ബുദ്ധിമുട്ടിക്കലാണ് എന്റെ ജോലി. ഇന്ന് ചേട്ടൻ അകത്ത് കൊണ്ടാക്കണം. എന്റെ രാവിലെ എന്റെ ചീത്ത പറഞ്ഞാലുണ്ടല്ലോ ചവിട്ടി കൂട്ടി ഞാൻ കേട്ടല്ലോ. പാവം ഞാന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് കഷ്ടപ്പെട്ട് നടന്ന് എന്റെ അകത്ത് കൊണ്ടാക്കാറില്ല. ഇന്ന് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ? ഇന്ന് എന്നെ കാണാൻ ഭംഗിയുണ്ടോന്ന്? ഇത് എല്ലാ ദിവസവും പറഞ്ഞൂടെ? ഇത് ഓരോ തവണ നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കണം എന്നെ കാണാൻ എങ്ങനെയുണ്ട്. ഇതൊക്കെ എന്ന് രാവിലെ എണിച്ചിട്ട് ഭാര്യക്ക് കോംപ്ലിമെന്റ് കൊടുക്കണം. ഇന്ന് കാണാൻ നീ സുന്ദരിയാണ്, നിന്റെ മുടി നല്ല ഭംഗിയാണ്, നിന്റെ കണ്ണ് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയണം. ഞങ്ങൾക്ക് എപ്പോഴും വാലിഡേഷൻ വേണം. പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വാലിഡേഷൻ വേണം. സുന്ദരിയാന്ന് എന്ന് രാവിലെ ഭാര്യയുടെ അടുത്ത് പറയണം എല്ലാ ദിവസവും. നിങ്ങൾ ഇതെന്ന് ഈ സ്ക്രബ്സ് ആ കണ്ണട വാച്ച് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കുളിക്കുന്നുണ്ടോ? Waiting for the lift to come. ഞാനിവിടെ ഡ്യൂട്ടി റൂമിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ ആണ്. സോ അത്ര തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ഏത് സമയത്ത് പണി വരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇന്ന് ഇവിടെ നൈറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പോയി. ഇപ്പം ഞാൻ മാത്രമേ ഡേയിലുള്ള ആൾക്കാർ വന്നിട്ടുള്ളൂ. കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമായിരിക്കും. ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് കുറേ ജെആർമാരുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോഴും കുറേ ജെആർമാരുണ്ട്. പക്ഷെ എന്നാലും ജോയിൻ ചെയ്ത സമയത്ത് എല്ലാവരും പുതുതായിട്ട് ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ കുറേ ഗേൾസ് ആയിരുന്നു കൂടുതൽ, 2 ബോയ്സ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു നല്ല വൈബായിരുന്നു. ആൻഡ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് അന്നുണ്ടായിരുന്ന ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഇങ്ങനെ കുറേ പേര് റിസൈൻ ചെയ്തു, കുറേ പേര് പഠിക്കാൻ പോയി. അങ്ങനെ പയ്യെ എല്ലാവരും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഭയങ്കര ഷിഫ്റ്റ് മെൻ്റൽ ഹെൽത്ത് ഉള്ള സമയത്താണ് ഇവിടെ ജോലിക്ക് കയറിയത്. അപ്പോഴത്തേനും ഇവിടുത്തെ ആൾക്കാരൊക്കെയാണ് നമുക്ക് എന്തൊരു ടെൻഷനുണ്ടെങ്കിലും ഇവിടെ ജോലിക്ക് വന്ന് ഇവിടെ ആരുടെയെങ്കിലുമൊക്കെ സംസാരിച്ച് ശരിയാകുമ്പോഴത്തേനും നമ്മുടെ മൂഡൊന്ന് ലൈറ്റ് ആവാറുണ്ട്. ഹലോ, ദിസ് ഈസ് ഡോക്ടർ ജുവീന ജോൺസൺ. ഹാഷ്ടാഗ് ഓൾ ടൈം പുറ്റിസ്റ്റ്. എന്നാലും ചെറുതായിട്ട് അത് ഒരു നല്ലൊരു ഇതാണ് കേട്ടോ. മാർക്ക് ദ വേർഡ്സ്. ഹലോ, ദിസ് ഈസ് ഡോക്ടർ ജ്യോതി. ഹലോ, ഫുഡ് കഴിച്ചോ? റൗണ്ട്സ് തുടങ്ങിയോ? Who is that?
ആതിര സോണി. ദിസ് ഈസ് ഡോക്ടർ ആതിര സോണി. എന്താ ജുവിന ഹാഷ്ടാഗ് ആറ്റിറ്റ്യൂഡ് ക്യൂ. ഭയങ്കര ദേഷ്യക്കാരിയാ, വിറപ്പിക്കും. Dr. Amel was late today, 1 hour late. നമ്മൾ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് ഫ്രീ ആയപ്പോ എല്ലാരും കൂടെ ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ ഇതൊക്കെ സൂപ്പർ ആഗ്രഹം. ഫോം ചെയ്യാനായിട്ടായിരുന്നു. അല്ല, അത് അവര് വിളിച്ചിട്ട് കിട്ടണല്ലോ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിച്ചോ. എല്ലാ യൂട്യൂബിൽ കിട്ടും. ഞങ്ങള് പണ്ട് ഇവിടെ നല്ല പപ്സ് വരുമായിരുന്നു. ആ ഒരു ടീ ടൈം ആകുമ്പോഴത്തേനും എല്ലാവരും പപ്സ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിരനിരയായിരുന്നു ഒരു രംഗം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ പോയി. പിന്നീട് പപ്സ് മോശമായി. സോണി ഡയറ്റ് ആണോ? അതിര സോണി ഒന്നും കഴിക്കാതെ നിൽക്കുന്ന എന്താ? ഒരു ജൂവിന് ഡയറ്റ് ആണോ? കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആയി. അപ്പൊ നമ്മൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. തല അതില് വെച്ചോ, തന്നെ പഠിക്കുന്നൊക്കെ കേറും. സമയത്ത് ഞാൻ ബുക്കും വെച്ച് ഉറങ്ങാറുണ്ടായിരുന്നു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. നീ ശരിക്കും ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്തോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ജുവിനെ ഭയങ്കര സങ്കടത്തില. ജുവിനെ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ച് ഇപ്പൊ തന്നെ നീറ്റ് കിട്ടണം. എനിക്ക് എന്നെ നാട് വിടാൻ പറ്റില്ല. ജുവിന ഇന്ന് എപ്പോഴെങ്കിലും പച്ച പിടിക്കുവോ? പച്ച പിടിക്കും. പിന്നെ നമ്മളൊരു കാര്യം വിചാരിച്ചാൽ നമ്മളത് നടത്തും. നമ്മളതിന് വേണ്ടി ഫുൾ ചെയ്യുമ്പോൾ നമുക്ക് ദൈവം തരും. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? ഞാനും അമല് ഫുഡ് കൊണ്ടുവരാത്തോണ്ട് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു. അമല് അതിന് സഹകരിക്കുന്നില്ല. ആ നമ്മള് സത്യം പറഞ്ഞ ഇതിന്റെ ചോറുണ്ട് കഴിഞ്ഞിട്ട് അവിടെ ക്യാൻറ്റീനിൽ പായസം തരാത്തോണ്ട് അവര് പറ്റിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐസ്ക്രീം കഴിക്കാൻ പോയി. എന്തിനാ കഴിക്കുന്നത് എന്തോ ഷുഗർ ഫ്രീ ആയിട്ട്. ഇവിടെ നമ്മളെ തിരക്കും റൗണ്ട്സും സർജറിയും ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ ഐശ്വര്യ ഇവിടെ വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. പഠിപ്പ് മാത്രം. കല്യാണൊക്കെ കഴിക്കണ്ടേ? അത് അതിന്റെ ഇടയിൽ കൂടെ നടത്താം. ഫുൾ കോൺഫിഡൻസ്. മറ്റേ മീൽസിന്റെ കൂടെ മറ്റേ ചെറിയ പായസം പ്രതീക്ഷിച്ചു. പായസം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാനൊരു ഷുഗർ ഫ്രീ ഐസ്ക്രീം വാങ്ങിച്ചു. ഷുഗർ ഫ്രീ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. എന്തോ ഒരു പാലിഷ് ഫീൽ, വേറൊരു ഫീലിംഗ്. കുഴപ്പമില്ല. ഇന്ന് ജോലി കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ ഫുഡ് അടിക്കാൻ വേണ്ടി പുറത്തു പോകാനായിട്ട് പ്ലാനിങ് ഉണ്ട്. ജൂവിനെ വരുമോന്ന് അറിയില്ല, ഭയങ്കര പഠിത്താണ്. സോ നമ്മൾ ഡെസ്റ്റിനേഷൻ പോണേന്ന് തീരുമാനമായിട്ടില്ല. ഐ തിങ്ക് അമ്മലും ആദ്യം അവിടെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോകണമെന്ന് അറിയില്ല. ലഞ്ച് ബ്രേക്ക് കഴിയുന്നതിന് മുമ്പ് പ്ലാനിങ് സെറ്റ് ആവണം കേട്ടോ. ഞാൻ ആമ്പലൂരുകാരിയായി കാരണം എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഞാൻ നോക്കായിരുന്നു. പിന്നെ ടൈപ്പ്
ഇതുവരെ എവിടെ പോണെന്ന് ഇതുവരെ ഡിസിഷൻ ആയിട്ടില്ല ഗായ്സ്. വാട്സം പോലെ വൈബുള്ള സ്ഥലം ഏതാ ഉള്ളത്? പക്ഷെ വെലോസിറ്റിയിൽ ഡാൻസ് ഫ്ലോർ ഇല്ലല്ലോ. ഡാൻസ് കളിച്ചാലേ അമൽ വരുള്ളൂ. ഡാൻസ് കളിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമേ അമൽ വരുള്ളൂ. ഫുഡ് കഴിക്കാനായിട്ട് എവിടെ പോവാ? ഡിസ്ചാർജ് ഉണ്ട് നീരജ് സാറിന്റെ, പിന്നെ 1804 അഡ്മിഷൻ ഉണ്ട് സാറിന്റെ, 1749 അപ്പൊ സമയം 5:30 ആവാൻ പോവാണ്. ഇനി ലാസ്റ്റ് നിമിഷത്തിൽ കോളൊന്നും വരാതിരിക്കട്ടെ. പക്ഷെ ഞങ്ങൾക്ക് നൈറ്റിൽ ഇവിടെ ഹാൻഡ് ഓവർ എടുത്തോണ്ട് പുതിയ ആൾക്കാർ നൈറ്റുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് നൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ കൂടെ വരാൻ പറ്റി. റെഡിയല്ലേ? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് റെഡിയല്ലേ? റെഡി ടു ഗോ. ഞാൻ ലിപ്സ്റ്റിക് ഇടണം. പോവും. ഇന്ന് ബിസിയാ. ബൈ. യെസ്, ഇനി നമ്മൾ പഞ്ച് ചെയ്തിട്ട് പോകുന്നു. ഇന്ന് കുറച്ച് കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത ദിവസമായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ പേഷ്യൻസ് ആയിട്ട് അവരുടെ പ്രൈവസി ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫുൾ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ലൈക്ക് ഓഫ് ഡ്യൂട്ടി റൂമിലെ കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. യെസ്, അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അങ്ങനെ ഒരിക്കലും തീരുമാനിക്കാത്തൊരു ഡെസ്റ്റിനേഷനിലാണ്. നമ്മുടെ അങ്കമാലിക്കാരി ഐശ്വര്യ ഇവിടെ ഉണ്ട്. ഐശ്വര്യ നമ്മളെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് ഇപ്പോഴും കൺഫേം ആയിട്ടില്ലല്ലോ. ഓക്കെ, കഫേ ബ്രൂപ്പേ. ഞങ്ങളുടെ ആതിര സോണി സ്കൂട്ടറിലാണ് വന്നിട്ടുള്ളത്. ആതിര സോണി നേരത്തെ പോയി. ആതിര സോണി സ്കൂട്ടറിലാണ്, നമ്മുടെ ഒപ്പം ഇല്ല. ആതിര സോണി പ്രോ ഡ്രൈവർ എന്ന് പറയും. പക്ഷെ ആതിര സോണിയേക്കാളും മുമ്പ് ബ്ലോക്ക് ഇല്ലെങ്കിൽ അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 1 year ആയി. നമ്മൾ ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്ത് ലൈക്ക് ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഏറ്റവും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ദിവസങ്ങളാണ് അപ്പോൾ ഒരുമിച്ച് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ. സോ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അനു, എൽന, ഏഞ്ചൽ, മെറിൻ, മേഘ, അനഘ, ജീവ എല്ലാവരും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അജി, എല്ലാവരും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. വി മിസ് യു. അത്രയ്ക്ക് ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആദ്യം ഓൾറെഡി അവിടെ എത്തിയെന്ന് തോന്നുന്നു നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലത്ത്. അപ്പൊ നമുക്കൊരു കൺട്രോൾ ഇല്ല. കൺട്രോൾ ഉണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് കൺട്രോൾ ഇല്ല. കത്തി ചവിട്ടണ്ടല്ലോ. We reached അങ്കമാലി ഗൈസ്. ഓ പട്ടി ആ ചേച്ചിനെ കടിച്ചു. ഓ ഇപ്പോഴാണൊന്ന് സമാധാനമായത് കേട്ടോ. ഹോസ്പിറ്റലിൽ ആതിരേനെ ഒന്ന് വിളിക്കണ്ടേ? അല്ല, അവള് എത്തുമായിരിക്കില്ലേ? ഓ ഷിറ്റ്, ഞാൻ ID കാർഡ് റിമൂവ് ചെയ്തില്ല. നമ്മൾ ആതിര സോണിക്ക് വീണ്ടും വെയിറ്റിംഗ് ആണ്. ആതിര സോണി ഇതുവരെ സ്കൂട്ടർ ഓടിച്ച് വന്നില്ല. ശരി. നമ്മൾ സ്റ്റിൽ യങ് ആണ്. ജുവിന സ്റ്റിൽ തിങ്കിങ് അബൌട്ട് വാട്ട്. ജുവിന തഗ്. നമ്മളിൽ കുറച്ച് മെച്ചുവേർഡായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ശരിയാ, ജുവിന മെച്ചുവേർഡാണ്. കുറേ നല്ല മെച്ചുവേർഡായിട്ടാണ് പറയുന്ന കാര്യങ്ങളാണ്. മറ്റേ ഞാൻ പ്രകാശനില് പറയില്ലേ, ക്യാമറ വരുമ്പോ ഭക്ഷണം കൊടുക്കും. അതുകൊണ്ട് നോക്കി എന്തെങ്കിലും നോക്കിയിരിക്കും. അതൊക്കെ കാണണമെങ്കിൽ ആ മാസ്ക് ഒക്കെ മാറ്റണ്ട്. ആ ചുമന്ന് ബ്ലഷ് ചെയ്ത്
കരിയോ വിറപ്പിക്കും, ഫോണില് വിറപ്പിക്കും. പക്ഷെ ചിന്നു പാവ ഇപ്പൊ കരുതി ഇതായിരുന്നല്ലേ ആ സാധനം. ഇതെന്താ നമ്മളെല്ലാവരും സിംഗിൾ ഫുഡാണോ അതോ കോമൺ ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് എല്ലാം കഴിക്കുന്ന രീതിയിലായിരിക്കും? എല്ലാം ടേസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഒരു സ്റ്റാർട്ടർ, ഒരു മെയിൻ കോഴ്സ് അങ്ങനെ എടുത്താലോ. ഫ്രൈഡ് മോമോസ്, ലോഡഡ് ബസ്റ്റ്, നോർമൽ ഫ്രൈസ്. നീ ഇവിടെ നിന്ന് എന്താ കഴിച്ചിട്ടുള്ളത്? ഞാനിത് തുടങ്ങിയ സമയത്ത് ബർഗർ ഫിഷായിരുന്നു, ഒരു ചിക്കൻ ഒരു ഐറ്റം അവിടുത്തെ സ്പെഷ്യൽ. പക്ഷെ കരിഞ്ഞ ചിക്കൻ ആയിരുന്നു. ഡോമിനോസ് അതുമാതിരി തന്നെ അല്ല ഡോമിനോസിലങ്ങനെ ചിക്കനായിട്ട് കിട്ടും. അല്ല, ഡോമിനോസിലൊരു ദിവസം ഞാൻ പാസ്ത ഓർഡർ ചെയ്ത് പുള്ളിക്ക് അരിഞ്ഞിരിക്കുന്നത്. കടയുടെ പേരൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞ് കേൾക്കുന്നു. ഇരിഞ്ഞാലക്കുടയില് ഇങ്ങനെ എന്തോ ഒരു റിവ്യൂ കേട്ടിട്ട് ഒരു പ്രത്യേക കടയില് നല്ല പിസ്സ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും ചേട്ടനും കൂടി ഇരിഞ്ഞാലക്കുടയിലത്തെ ഒരു ആ പറഞ്ഞ കഫേയിൽ പോയി. അപ്പൊ ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ ഭയങ്കര വെൽ ലൈറ്റിംഗ് ഉള്ള അങ്ങനെ ഒരു ഏരിയ, കുറച്ച് കുട്ടികൾ ആരാണ്ട് കുറച്ച് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ കടയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നതും അവിടുത്തെ വെയിറ്റർ പറഞ്ഞു മോളിലേക്ക് വയ്ക്കുമെന്ന് പറഞ്ഞു. മോളിലേക്ക് വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ചേട്ടൻ എന്നാൽ ശരി മോളിലിരിക്കാന്ന് പറഞ്ഞ് പോയിട്ട് മുകളിൽ ഫുൾ ബ്ലൂ ലൈറ്റ്, ഫുൾ കപ്പിൾസ് ഫുൾ സീൻ. ഞങ്ങൾ മാത്രമാണ് അവിടെ ഫുഡ് കഴിക്കാൻ വന്നവര്, ലൈക് പീസ ആക്ച്വലി കഴിക്കാൻ വന്നത്. ഞാനും ചേട്ടൻ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല, നോക്കാനും പറ്റില്ല, അങ്ങനെ നോക്കാനും പറ്റില്ല. സീൻ ഫുഡ് ടേസ്റ്റ് ഉണ്ടായി, ഫുഡ് കുഴപ്പമില്ല. ഫുൾ കപ്പിൾസ് ഉണ്ട്, നമ്മൾ മാത്രം അവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. അതായത് താഴെ ഫുൾ ഫാമിലി സിറ്റിംഗ് ഏരിയ, മുകളിൽ ഫുൾ ബ്ലൂ ലൈറ്റ്, ഫുൾ വേറെ വൈബ്. ഞങ്ങളിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം ആയതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ മാത്രം അവിടെ പോയത്. സെറ്റ് ആക്കിയിട്ടില്ല, അവിടെ എന്താ കോളേജൊക്കെ ഉണ്ടെന്നാണ്. പിന്നെ കർഫ്യൂ നല്ലായിരുന്നു കേട്ടോ. 1 മണി ആയിരിക്കുള്ള കാര്യം നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. 1 മണി വരെയാണോ കർഫ്യൂ ടൈം? ഞങ്ങളുടെ ഹോസ്റ്റലിൽ 9:30 വരെ ആയിരുന്നു കർഫ്യൂ ടൈം. അത് ഏറ്റവും തമാശ 1 മണി വരെ കർഫ്യൂ ടൈം. അവർ കോവിഡ് വന്നപ്പോൾ 11:15 മണി വരെ ആക്കി. അതിന് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ആ കർഫ്യൂ ടൈം എത്രയാണ് നോർമലി? 7 PM. ഫസ്റ്റ് ഇയറിൽ 6 PM. ചൈനയിൽ അങ്ങനെ കോവിഡ് കഴിഞ്ഞുണ്ടോ? ചൈനയിൽ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഞങ്ങൾ ഫസ്റ്റ് ഇയർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ഞങ്ങളുടെ ഏജൻസി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ല ഹൈപ്പൊക്കെ കൊടുത്ത് ഞങ്ങളവിടെ ചെന്നതാണ്. നല്ല സ്ഥലത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റിക്കി റൈസും പിന്നെന്താ മാംഗോ സ്റ്റിക്കി റൈസ്. സ്റ്റിക്കി റൈസ് അല്ല, ഇത് വേറെ സാധനം. സ്റ്റിക്കി റൈസും പിന്നെ പൊട്ടറ്റോവും ഇട്ടിട്ടൊരു കറി. അവിടുത്തെ ടേസ്റ്റൊക്കെ ഒന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കഴിച്ചോ ചോപ്സ്റ്റിക്ക് വെച്ച് അവിടെ ചെന്നപ്പോൾ അതായിരുന്നു അടുത്ത ഒരു ടാസ്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്പൂൺ നോക്കിയപ്പോൾ സ്പൂണൊന്നും കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ചോപ്സ്റ്റിക്കിൽ കുറച്ച് പണിയെടുത്തു. പക്ഷെ പഠിച്ചോ? എന്താ എന്ത് ഷേക്കാ? അൽഫോൺസോ മാംഗോ. ചേച്ചി ഇവർക്കൊക്കെ പ്ലേറ്റ് കൊടുത്തു, എനിക്ക് മാത്രം പ്ലേറ്റ് തന്നില്ല. അത് എന്നെ കണ്ട പ്ലേറ്റ് തിന്നുള്ള ഒരാളായിട്ട് തോന്നില്ലേ? അമലെന്തോ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തോ വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്ത് തോന്നിരിക്കും. ഓ മൈ ഗോഡ്. നമ്മുടെ കുറച്ച് ഫുഡ് ഇവിടെ വന്നു. യെസ്, എവരിബഡി അറ്റാക്ക്. ലാസ്റ്റ് വീഡിയോ എടുത്ത് എനിക്ക് ഫുഡ് ഉണ്ടാവണം കേട്ടോ. ചിക്കൻ സ്റ്റിക്സ് ആണ്. എങ്ങനെയുണ്ട് ഫുഡ്? മറ്റേ സ്ട്രിപ്സോ? ഒരു ബ്ലോഗറിന്റെ കഷ്ടപ്പാട് എല്ലാവരും മനസ്സിലാക്കാം. ഇത് കൊറോണ സമയത്ത് തുടങ്ങണമായിരുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളിയായിരുന്നു. അല്ലെങ്കിലും
പ്രായമാകുമ്പോഴല്ലേ എല്ലാ ബോധോദ്യം ഉണ്ടാവുന്നു. അപ്പോഴാണ് കുറേ പേര് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹിറ്റായി. പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ചിരുന്നു ഒരു MBBS മതി. ഇപ്പോഴതിന്റെ കഷ്ടപ്പാട് മനസ്സിലാവുന്നു. ഇങ്ങനെയായിരിക്കും അവസ്ഥ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേ ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചത് മെക്സിക്കൻ കാസ്ട്രോൾ ചിക്കനാണ്. പക്ഷെ ഇതെന്താ ചോറ് ചിക്കൻ കറി വന്നു വേണ്ടിയത്. ഐ തിങ്ക് നമ്മൾ സത്യായി This more looks like a നെയ്ച്ചോറ് ചിക്കൻ കറി ദൻ മെക്സിക്കൻ ചാർ എന്തോ മെക്സിക്കൻ കാസ്ട്രോൾ. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറേ ഗോസിപ്പൊക്കെ പറഞ്ഞ് ഫൈനലി വി ആർ ഗോയിങ്. സോ ഹലോ ഗൈസ്, ഞാനങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ലാസ്റ്റത്തെ കുറച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ലേറ്റ് ആയതുകൊണ്ട് ഒരു വല്ലാണ്ട് ചടപെടുന്ന നോട്ടായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് ഓട്ടോറിക്ഷ പിടിച്ച് അങ്കമാലി സ്റ്റേഷനിൽ KSRTC സ്റ്റേഷനിൽ പോയി. അവിടെ നിന്ന് ബസ് വരാൻ ലേറ്റായി. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ജൂനയ്ക്ക് തൃശ്ശൂർ പോകാനുണ്ടായിരുന്നു. സോ ഇങ്ങനെ ചടപെടുന്നതിന് ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീട്ടിൽ എത്തി. So that was a day in my life. So guys, if you are liking my vlogs, please subscribe my channel. Bye.